കിട്ടിലൻ ചെമ്മീൻ റോസ്റ്റ് ആണ്. എല്ലാവർക്കും ഈ ഒരു ഐറ്റം വളരെ ഇഷ്ടപ്പെടും. അടിപൊളി ടേസ്റ്റിലാണ് നമ്മൾ ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അതിനു മുന്നായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ പേര് നിധി എന്നാണ്. ഞാൻ ഇതുപോലത്തെ കുക്കിംഗ് റെസിപ്പീസ് മാത്രമല്ല കേട്ടോ, ബ്യൂട്ടി ടിപ്സും വ്ളോഗ്സും ലുക്ക് ബുക്ക് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാ വീഡിയോസും കാണണം, സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അതേപോലെ തന്നെ തൊട്ടടുത്ത് വരുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ചേക്കാം. അത് മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പൊ കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഒരുപാട് സമയം കളയാതെ എങ്ങനെയാണ് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. ആദ്യം തന്നെ നമുക്ക് പ്രോൺസ് നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്ത് വെക്കണം. മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് കഴുകിയിരിക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഒരു ചെറിയ മഞ്ഞ കളർ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഉപ്പാണ്. ഉപ്പൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല റോസ്റ്റ് ആയതുകൊണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് വേവിച്ചിട്ടുള്ളതാണ്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് മസാലയ്ക്കുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്, ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ചെറിയുള്ളിയാണ്. ചെറിയുള്ളി ഒരു 1/4 കിലോളം ഉണ്ട്. അപ്പോൾ ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ 2 തക്കാളി, 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി കഷ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 3 പച്ചമുളക്, അതുപോലെ തന്നെ ഒരു 7-8 വെളുത്തുള്ളിയോളം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില. ഇത്രയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഈ തക്കാളിയും ബാക്കി സാധനങ്ങളും കൂടെ മുറിച്ചിട്ട് വരാം. അപ്പോൾ തക്കാളി ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിക്കുക, കടുക് വറുത്ത് എടുക്കുക, അതേപോലെ തന്നെ വറ്റൽമുളക് ഇടുക. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് തേങ്ങാക്കൊത്താണ്. തേങ്ങാക്കൊത്ത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് വരും. അപ്പോൾ അതിനാണ് തേങ്ങാക്കൊത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതൊരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്കിനി ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളിയുടെ നിറമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നവരെ ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് ബാക്കി മസാലകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് പൗഡേഴ്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക. ആ ഒരു പച്ചമണം മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു 2 സെക്കൻഡ് വെയിറ്റ്. എന്നിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്കതിലേക്ക് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ പച്ചമുളകും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും എരിവ് കൂടും, നോക്കിയിട്ട് ചേർത്താൽ മതി. പിന്നെ നമുക്ക് ഇതിലേക്ക് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പം ഞാൻ എന്താ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാലയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത്രയും മസാല മതി, നമുക്ക് ഒരുപാട് മസാലയുടെ ആ ഒരു കുത്തലൊന്നും വേണ്ട. അപ്പോൾ നമ്മുടെ പ്രോൺസിൻ്റെ ടേസ്റ്റ് കൂടുതലായിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ അധികം മസാല ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പം നമ്മുടെ മസാലയുടെ ആ പച്ചമണമൊക്കെ മാറി നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്കിതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ 2 തക്കാളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പുളി ആ ഒരു ഇത് കൂടുതൽ വേണം, തക്കാളിയുടെ ടേസ്റ്റ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇനിയും ചേർക്കാം കേട്ടോ. 1 തക്കാളിയും കൂടെ ഒക്കെ ചേർക്കാം. പിന്നെ അതേപോലെ തന്നെ കളറ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി വെള്ളത്തിനായിട്ട് ഞാൻ പ്രത്യേകം വേറെ വെള്ളം എടുക്കുന്നില്ല. ഈ പ്രോൺസ് വേവിച്ച് വെച്ച ആ വെള്ളം ഇല്ലേ, അതാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. നമ്മളിപ്പോൾ പ്രോൺസ് വേവിക്കുന്ന സമയത്ത് വെള്ളം നിങ്ങൾക്ക് അധികം ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചവെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഒരു ഗ്രേവി എത്ര വേണം അതിനനുസരിച്ചിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിനി ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. നമ്മുടെ ആ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് 5 മിനിറ്റ് കഴിഞ്ഞ് തുറക്കുമ്പോൾ ഈ ഒരു ഉള്ളിയൊക്കെ നല്ലൊരു തിന്നായിട്ടുണ്ട്, നല്ല രീതിയിൽ ഒരു ഗ്രേവി പരുവത്തിലെത്തിയിട്ടുണ്ട്.
ഇപ്പം നല്ല വെള്ളമൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെ ഡ്രൈ ആയി ഒരു എന്താ പറയുക ഒരു വരണ്ട രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതിലേക്ക് പ്രോൺസ് ആഡ് ചെയ്ത് കൊടുക്കാം. പ്രോൺസിനകത്ത് ഞാൻ ആദ്യം വേവിച്ച സമയത്ത് ഉണ്ടായിരുന്നതിൽ കുറച്ച് വെള്ളം കൂടെ ബാക്കിയുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതും കൂടെ ഇതിലേക്ക് മിക്സ് ചെയ്ത് എല്ലാം കൂടെ ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാൻ പോവാണ്. അത് മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നല്ലൊരു മണം വരും. പിന്നെ അത് മാത്രമല്ല, കറിവേപ്പില എത്ര ഇട്ടാലും ഇങ്ങനത്തെ റോസ്റ്റുകൾക്ക് ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 5 മിനിറ്റും കൂടെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിത് ഓപ്പൺ ചെയ്തിട്ട് നമുക്കിതിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് ഡ്രൈ ആയി കിട്ടും. അപ്പോൾ നമുക്ക് ആ ഒരു റോസ്റ്റ് പരുവം എത്തിയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തീ ഓഫ് ചെയ്യുക. അതിനുശേഷം 2 ടിപ്പ് ഉണ്ട് കേട്ടോ, അതും കൂടെ പറഞ്ഞുതരാം, സീക്രട്ടാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ജസ്റ്റ് ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഒരു പിഞ്ച് അല്ലെങ്കിൽ ഒരു നുള്ള് മസാലപ്പൊടിയും കൂടെ, ഗരം മസാല കുറച്ചിങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നല്ലൊരു മണം വരും. അതുപോലെ നമ്മുടെ ഫേവറേറ്റ് കറിവേപ്പില കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ലാസ്റ്റ് ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അല്പം വെളിച്ചെണ്ണ, ഒരു 1/4 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഇതിൻ്റെ മേളിലോട്ടൊന്ന് ഒഴിച്ചു കൊടുത്താൽ ഉണ്ടല്ലോ മക്കളെ, ഒരു രക്ഷയില്ല. അത്രയും ടേസ്റ്റാണ്, പിന്നെ അത്രയും മണമാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ പോയി ഉണ്ടാക്കി നോക്കുക. കണ്ടില്ലേ, കിടിലനായിട്ടില്ലേ? അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് പറയണം കേട്ടോ. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ഒരു റെസിപ്പി? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇപ്പൊ പ്രോൺസിന്റെ സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തും ഇത് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് തന്നെ പോയിട്ട് വാങ്ങി ട്രൈ ചെയ്ത് നോക്കുക. ഇത് അടിപൊളി ടേസ്റ്റ് ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റാ.